ഏവർക്കും സ്വാഗതം. കടലിലെ ഒരു ദ്വീപ് മാല ആണ് നാം ഇന്ന് കാണാൻ പോകുന്നത്. മാലയുടെ അറ്റത്തുള്ള സ്ഥലമാണ് കീ വെസ്റ്റ്. പേര് കേൾക്കുമ്പോൾ പടിഞ്ഞാറുള്ള പ്രധാന ദ്വീപ് എന്നൊക്കെ ചിന്തിച്ചേക്കാം. പേരിലൊരു കിടിലൻ ട്വിസ്റ്റുണ്ട്. കീ വെസ്റ്റ് ശരിക്കും എല്ലുകളുടെ ദ്വീപാണ്, പടിഞ്ഞാറൻ ദ്വീപല്ല. ഇത് അമേരിക്കയിലെ ഫ്ലോറിഡ സംസ്ഥാനത്തിൻ്റെ തെക്കേ അറ്റത്ത് നാര് പോലെ കാണുന്ന ഒരു ദ്വീപാണ്, നഗരമാണ്. പേരുമായി ഒരു ബന്ധവുമില്ലാത്ത അർത്ഥമാണ് അതിനുള്ളത്. സ്പെയിൻകാർ ഈ ദ്വീപിനെ ആദ്യം വിളിച്ചത് കെയോ ഹൂസോ എന്നാണ്. സ്പാനിഷിൽ കെയോ എന്നാൽ ചെറിയ ദ്വീപെന്നും ഹൂസോ എന്നാൽ എല്ല് എന്നുമാണ് അർത്ഥം. പണ്ടുകാലത്ത് ഈ ദ്വീപ് ശ്മശാന സ്ഥലമായിരുന്നു പോലും. കപ്പൽ തകർന്ന് വന്നവരുടെ എല്ലുകൾ അവിടെ അടിഞ്ഞിരുന്നു. അങ്ങനെ ബോൺ ഐലൻഡായി. ഇംഗ്ലീഷിൽ കെയോ ഹൂസോ എന്ന് ഉച്ചരിക്കാൻ പറ്റിയില്ല. കെയോ എന്നത് കീ ആയും ഹൂസോ എന്നത് വെസ്റ്റ് പോലെ തോന്നിച്ചു വെസ്റ്റ് ആയി മാറിയെന്നാണ് പറയുന്നത്. അങ്ങനെ കെയോ ഹൂസോ കീ വെസ്റ്റ് ആയി മാറി. അതേപോലെ ഫ്ലോറിഡയിലെ എല്ലാ കീസും കെയോ എന്ന സ്പാനിഷ് വാക്കിൽ നിന്നാണ് ഉണ്ടായത്. ഉദാഹരണത്തിന് കീ ലാർഗോ എന്നത് കയോ ലാർഗോ ആണ്, ലോങ് ഐലൻഡ് എന്നർത്ഥം. കീ വെസ്റ്റ് അമേരിക്കൻ ഐക്യനാടുകൾ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപ് നഗരമാണ്. ഇത് ഫ്ലോറിഡ കീസ് എന്ന ദ്വീപ് സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഈ രാജ്യം വടക്കേ അമേരിക്കയുടെ താഴെ അറ്റത്ത് കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഫ്ലോറിഡയും താഴെയായി മാല പോലെ നീണ്ടു കിടക്കുന്ന ചെറിയ ദ്വീപുകളുമാണ്. ഭൂപടത്തിൽ ഒരു വര പോലെ ഇത് കാണുന്നുള്ളൂ, അത്രയ്ക്ക് ചെറുതാണ്. അടുത്ത ദ്വീപ് രാജ്യമായ ക്യൂബയോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഇവിടെ ക്യൂബൻ സംസ്കാരത്തിന് സ്വാധീനം കാണാം. ഇവിടുത്തെ പ്രധാന സവിശേഷതകളായി കാണുന്നത്, ഒന്നാമത് അമേരിക്കയിലെ തെക്കേ അറ്റം സദേൺ മോസ്റ്റ് ടിപ്പ് ആയി കാണിക്കുന്ന ഒരു ലാൻഡ് മാർക്ക് അല്ലെങ്കിൽ ഒരു ചിഹ്നം അഥവാ ഒരു സ്തൂപം അവിടെ കാണാം. കൂടാതെ കടൽ തീരത്ത് പവിഴപ്പാറകളും കാണാം. ആയതിനാൽ ഡൈവിംഗ്, സ്നോർക്ലിംഗ്, മീൻപിടുത്തം എന്നിവയ്ക്ക് അനുയോജ്യമാണ്. മലോറി സ്ക്വയർ എന്ന സ്ഥലത്ത് എല്ലാ ദിവസവും ആഘോഷത്തോടെ സൂര്യാസ്തമനവും നമുക്ക് കാണാൻ സാധിക്കും. കടൽ കള്ളന്മാരും കപ്പൽ പൊളിച്ചവരും ക്യൂബൻ കുടിയേറ്റക്കാരും ചേർന്നാണ് കീ വെസ്റ്റിന്റെ ചരിത്രം രൂപപ്പെടുത്തിയത്. പ്രശസ്ത എഴുത്തുകാരനായ ഏണസ്റ്റ് ഹെമിംഗ്വേ ഇവിടെ താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് ഇന്നൊരു മ്യൂസിയമാണ്. ഇവിടെ ഉഷ്ണമേഖല കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ചുറ്റും കടലും പവിഴപ്പാറകളും കാണാം. ചുഴലിക്കാറ്റുകൾ ചിലപ്പോൾ ബാധിക്കാറുണ്ട്. പ്രകൃതി ഭംഗിക്ക് വളരെ പ്രസിദ്ധമാണ്. നീലക്കടൽ, വർണ്ണശബളമായ പവിഴപ്പാറകൾ, മനോഹരമായ സൂര്യാസ്തമന കാഴ്ചകൾ ആനന്ദമുളവാക്കുന്നവയാണ്. മലോറി സ്ക്വയറിൽ പ്രതിദിനം വൈകുന്നേരങ്ങളിൽ സൺസെറ്റ് സെലിബ്രേഷൻസ് നടക്കുന്നുണ്ട്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏണസ്റ്റ് ഹെമിംഗ്വേ ഹൗസ് ആൻഡ് മ്യൂസിയം, ഫോർട്ട് സക്കാറെ ടൈലർ ഹിസ്റ്റോറിക് സ്റ്റേറ്റ് പാർക്ക്, സദേൺമോസ്റ്റ് പോയിന്റ് ബോയ്. ഏണസ്റ്റ് ഹെമിംഗ്വേ 1931 മുതൽ 10 വർഷം താമസിച്ച കൊളോണിയൽ വീട് അവിടെ കാണാം. എ ഫെയർവെൽ ടു ആംസ് എന്ന പുസ്തകം എഴുതി തീർത്തതും ഫോർ ഹും ദ ബെൽ ടോൾസ് എഴുതിയതും ഇവിടെ വെച്ചാണ്. അവിടെ 6 വില്ലുകളുള്ള പൂച്ചകളെ നമുക്ക് കാണാൻ സാധിക്കും. 20 മിനിറ്റ് ഗൈഡഡ് ടൂർ അവിടെയുണ്ട്. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയാണ് ഇവിടെ നല്ല കാലാവസ്ഥ. മഴയും ചൂടും കുറവ്. ജൂൺ മുതൽ നവംബർ വരെ ഹുറിക്കെയിൻ സീസണാണ്. ദ്വീപ് 4 മൈൽ മാത്രമേ നീളമുള്ളൂ. സൈക്കിൾ യാത്രയായിരിക്കും ഏറ്റവും ഉത്തമം. പാർക്കിംഗ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ധാരാളം കോഴികളെ നമുക്ക് അവിടെ കാണാം. അവയെ ഉപദ്രവിക്കുവാൻ പാടില്ല, ഫൈൻ അടിക്കും. മിയാമിയിൽ നിന്നും പോകുകയാണെങ്കിൽ ഓവർസീസ് ഹൈവേ ഡ്രൈവ് നല്ല അനുഭവമായിരിക്കും. 7 മൈൽ ബ്രിഡ്ജൊക്കെ അതിനിടയ്ക്ക് വരും.
ഭൂപടത്തിൽ മിയാമിയിൽ നിന്ന് 4 പോലെ ഒരു ഭാഗം കാണാം. ദ്വീപ് സമൂഹം ആണ്. കീസ് എന്നാണ് ദ്വീപ് അറിയപ്പെടുന്നത്. ഏറ്റവും അറ്റത്തുള്ള കീ ആണ് കീ വെസ്റ്റ്. ആ ഭാഗം യഥാർത്ഥത്തിൽ മെക്സിക്കൻ ഉൾക്കടലിലാണ്. ക്യൂബയിലേക്ക് കുറഞ്ഞ ദൂരമേ ഉള്ളൂ. ഈ കീ വെസ്റ്റ് അമേരിക്കയുടെ സദേൺ മോസ്റ്റ് ടിപ്പ് ആണ്. ഇവിടെ നിന്നാണ് NH-1 തുടങ്ങുന്നത്. കീ വെസ്റ്റ് മിയാമി 250 മൈലോളം ദൂരമുണ്ട്. റോഡിന്റെ 2 വശവും കടലാണ്. റോഡിനൊപ്പം 7 മൈൽ നീളമുള്ള പാലവും ഒക്കെ ചേർന്നതാണ് ഈ റോഡ്. ഭൂപടത്തിൽ മിയാമിയിൽ നിന്ന് 4 പോലെ ഒരു ഭാഗം കാണാം. ദ്വീപ് സമൂഹമാണ്. കീസ് എന്നാൽ ദ്വീപാണ്. ഏറ്റവും അറ്റത്തുള്ള കീ ആണ് കീ വെസ്റ്റ്. ആ ഭാഗം യഥാർത്ഥത്തിൽ മെക്സിക്കൻ ഉൾക്കടലിലാണ്. ക്യൂബയിലേക്ക് കുറഞ്ഞ ദൂരമേ ഉള്ളൂ. ഈ കീ വെസ്റ്റ് അമേരിക്കയുടെ സദേൺ മോസ്റ്റ് ടിപ്പാണ്. ഇവിടെ നിന്നാണ് NH-1 തുടങ്ങുന്നത്. കീ വെസ്റ്റ് മിയാമി 250 മൈലോളം ദൂരമുണ്ട്. റോഡിന്റെ 2 വശവും കടലാണ്. റോഡിനൊപ്പം 7 മൈൽ നീളമുള്ള പാലവും ഒക്കെ ചേർന്നതാണ് ഈ റോഡ്. നല്ലൊരു പോർട്ടായി മാറിയിരിക്കുകയാണ്. ഡ്രൈവിംഗ് അനുഭവം ലഭിക്കും. വഴിയിൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ബോട്ട് ഷോറൂം നമുക്ക് കാണാൻ സാധിക്കും. ഓൾഡ് ബോട്ട് ഷോറൂം ഉണ്ട്. വഴിയിൽ കണ്ടൽ കാടുകളും 2 വശവും കായലുമൊക്കെ കാണാം, കടലുമൊക്കെ കാണാം. ക്രോക്കഡൈലും അലിഗേറ്റേഴ്സും ഒക്കെ അവിടെയുണ്ട്. കീ വെസ്റ്റ് ഒരു റിസോർട്ട് പ്ലേസ് ആണ്. വാട്ടർ ആക്ടിവിറ്റീസിനായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ ചതുപ്പ് നിലത്തിൽ മാംഗ്രൂവ്സ് കാണാം. അതിന് നടുവിലൂടെ ഐലൻഡ്സ് കണക്ട് ചെയ്ത അതാണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. കടൽ തിരയൊന്നും കാണാൻ സാധിക്കത്തില്ല. ഈ ഭാഗത്ത് എയർപോർട്ടുമുണ്ട്. ദൂരെയുള്ള സമ്പന്നരായ ആൾക്കാർ ബോട്ടുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലവും നമുക്ക് കാണാം. വഴിയിൽ ചാർജിങ് സ്റ്റേഷനൊക്കെ ഉണ്ട്. പാലത്തിൻ്റെ അടുത്തായി പെഡസ്ട്രിയനും സൈക്ലിസ്റ്റുകൾക്കുമായി പഴയ ബ്രിഡ്ജ് അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ബോട്ടുകൾക്ക് പോകാൻ വേണ്ടി ഉയരം കുറഞ്ഞ പഴയ പാലത്തിൽ വിടവ് ഇട്ടിട്ടുണ്ട്. കീ വെസ്റ്റിൽ കറങ്ങാൻ ഗോൾഫ് കാർട്ട് റെന്റിന് കിട്ടും. സൈക്കിളും അവിടെ കിട്ടാം, അതിലും കറങ്ങാം. സദേൺ മോസ്റ്റ് പോയിന്റ് ബീച്ച് പാർക്ക് ഉണ്ട്. ഒരു സിമെട്രി ഉണ്ട്. വളരെ പഴയതും പോപ്പുലറുമാണ് ഈ സിമെറ്ററി. 75,000-ലധികം നാട്ടുകാരെയും ക്യൂബൻസിനെയും ആഫ്രിക്കൻസിനെയും ഒക്കെ അടക്കിയിട്ടുണ്ട്. കുഴിച്ചെല്ലാം അടക്കിയിരിക്കുന്നത് ഉയർന്ന ബോക്സുകളിലാണ്. അമേരിക്കൻ ഫ്ലാഗ് അവിടെ കാണാം. വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാലാണ് ഉയർത്തി അവ വെച്ചിരിക്കുന്നത്. അമേരിക്കൻ നോവലിസ്റ്റായ ഏണസ്റ്റ് ഹെമിംഗ്വേ ഇവിടെ ഭവനം മ്യൂസിയമായി സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചത് ഷിക്കാഗോയിലാണ്. ബോൺ ഐലൻഡ് എന്ന സ്പാനിഷ് പേരിൽ തുടങ്ങി ഹെമിംഗ്വേയുടെ എഴുത്തുമുറിയും പൂച്ചകളും കടന്ന് സൂര്യാസ്തമയ ആഘോഷങ്ങളിൽ എത്തി നിൽക്കുന്ന കീ വെസ്റ്റ് വെറും ഒരു ദ്വീപല്ല. അമേരിക്കയുടെ തെക്കേ അറ്റത്ത് ചരിത്രവും കരീബിയൻ വൈബും കോക്ടെയിലും ചേർന്നൊരു ചെറിയ ലോകമാണ്. കടലിന് നടുവിലെ 42 പാലങ്ങൾ താണ്ടി അവിടെ എത്തുമ്പോൾ തിരക്കിട്ട ജീവിതം മറന്ന് ഐലൻഡ് ടൈമിലേക്ക് മാറാൻ പറ്റിയ ഒരിടം തന്നെയാണ്. കീ ലൈം പൈ കീ വെസ്റ്റിന്റെ ഒരു ഔദ്യോഗിക ഡെസേർട്ടാണ്. ഫ്ലോറിഡയുടെ സ്റ്റേറ്റ് പൈ കൂടിയാണ്. അവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക നാരങ്ങയുടെ ജ്യൂസ്, കണ്ടൻസ്ഡ് മിൽക്ക്, മുട്ടയുടെ മഞ്ഞപ്പൊടി ഒക്കെ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്.
അറ്റത്തെ ചിഹ്നം. വിനോദത്തിനും ഷോപ്പിങ്ങിനും പ്രശസ്തമായ ഡുവാൽ സ്ട്രീറ്റ് ഒക്കെയാണ്. സ്കൂബ ഡൈവിംഗ്, സ്നോർക്ലിംഗ്, പാരാസെയിലിംഗ്, കയാക്കിംഗ്, മീൻപിടുത്തം തുടങ്ങിയ വിനോദ പ്രവർത്തനങ്ങളും അവിടെയുണ്ട്. കീ വെസ്റ്റിൻ്റെ പ്രധാന വരുമാനം വിനോദസഞ്ചാരമാണ്. ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നുണ്ട്. അമേരിക്കയുടെ തെക്കേ അറ്റം എന്ന പ്രത്യേകതയ്ക്കൊപ്പം ശാന്തമായ ജീവിതശൈലി, കല, സംഗീതം, ഉത്സവങ്ങളൊക്കെ നിറഞ്ഞ സംസ്കാരം നിലനിൽക്കുന്നു. ട്രോപ്പിക്കൽ കാലാവസ്ഥയും ചില്ലായിട്ടുള്ള ലൈഫ് സ്റ്റൈലും കൊണ്ട് ഇത് അമേരിക്കയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ്. കീ വെസ്റ്റ് തരുന്നത് കുറച്ച് നിറമുള്ള ഓർമ്മകളും കീ ലൈം പൈയുടെ മധുരവുമാണ്. മറക്കണ്ട. പുതിയ ഒരു വിശേഷവുമായി, അത്ഭുതവുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.